എടാ മക്കളെ വേഗം എഴുന്നേക്ക് പെട്ടെന്ന് പോയി പല്ല് തേക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ദേ പറഞ്ഞു വിട്ടതാണ് കേട്ടോ. ഒരാൾ ദേ കിടന്ന് ഉറങ്ങുന്നുണ്ടോ, ഒരാൾ ദേ കസേരയിൽ അട്ട ചുരുണ്ടിരിക്കുന്നത് പോലെ ഇരിക്കുകയാണ് കേട്ടോ. അമ്മുക്കുട്ടീനെ അങ്ങനെ ഇങ്ങനെയൊന്നും വിളിച്ച് കഴിഞ്ഞാൽ അവൾ വരില്ല കേട്ടോ. അവളെ ഒരു മയത്തിനൊക്കെ വിളിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആളുടെ മൂഡ് ഏത് സമയത്താണ് മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ അമ്മുക്കുട്ടീനെ ഒന്ന് എടുത്ത് സോപ്പൊക്കെ ഇട്ട് എടുത്തിട്ട് പല്ല് തേപ്പിക്കാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണേ. രണ്ടുപേരും പല്ലൊക്കെ തേക്കാനായിട്ട് പുറത്ത് കൊണ്ടിരുന്ന് എത്തിയപ്പം ദേ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടോ. പിള്ളേരെയും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, നല്ല തണുപ്പല്ലേ. അപ്പോൾ കുറച്ച് അച്ചിങ്ങപ്പയറും കായും കൂടി മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട്, മെഴുക്കുരട്ടിയിലെ ഒലത്ത്, പിന്നെ കുറച്ച് കോവയ്ക്ക മെഴുക്കുരട്ടിയും വെക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ കായാണെങ്കിൽ ഞാൻ ദേ കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. പയറാണെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഒരുക്കി നന്നാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചിരുന്നേ. അപ്പോൾ അച്ഛനും പിള്ളേരും കൂടി ദേ ഇവിടെ ചായ കുടിക്കലാണ് കേട്ടോ. അങ്ങനെ അവരൊക്കെ ചായ കുടിച്ചിട്ട് ഞാൻ അമ്മുക്കുട്ടിക്ക് പൊതി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അമ്മുക്കുട്ടിക്ക് വാഴയിലയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ അമ്മുക്കുട്ടിക്ക് നല്ല ഒലത്തും മെഴുക്ക് വരട്ടിയും പിന്നെ തേങ്ങാ ചമ്മന്തിയും അച്ചാറും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അമ്മുക്കുട്ടിയാണ് കേട്ടോ ഈ അച്ചാർ മുഴുവൻ തീർത്തത്. അമ്മുക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ഈ അച്ചാർ, നാരങ്ങ അച്ചാർ. വെള്ളയും ചുമലയും തീരാറായി കേട്ടോ. അപ്പോൾ ഞാനിത് പറയുമായിരുന്നു, അമ്മുക്കുട്ടിയാണ് അച്ചാർ മുഴുവൻ സ്കൂളിൽ കൊണ്ടുപോയി തീർത്തതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇനി ഇവരെല്ലാവരും പോയിട്ട് വേണം കേട്ടോ എവിടെയെങ്കിലും എനിക്കൊന്ന് സമാധാനത്തോടെ ഇരിക്കാൻ. അങ്ങനെ സമാധാനത്തോടെ ഇരിക്കാനെന്നല്ല, ഒന്ന് ഇരുന്നിട്ട് കുറച്ച് ജോലികളൊക്കെ ഇനിയുണ്ട്. തുണി അലക്കലും തൂക്കലും വാരലും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനിയും ചെയ്യാനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദേ അവരെല്ലാവരും പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഇന്ന് പപ്പ ജോലിക്ക് പോകുന്നില്ല കേട്ടോ. പപ്പയ്ക്ക് വേറെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് പപ്പയ്ക്കൊന്നും ജോലിക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പം പപ്പയാണെങ്കിൽ രാവിലെ വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മുക്കുട്ടീനെ എലിനെയും കൂടെ കൊണ്ടുവിടാനായിട്ട് പോകണേ, എലിനെയും പോകാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കിട്ടൂസും എല്ലാവരും നടുക്കൊന്നും ഇപ്പോൾ ഉണ്ടായി. ഇനിയിപ്പോൾ അവരെ യാത്രയാക്കാനായിട്ട് ആൾ മുകളിലേക്ക് കയറും കേട്ടോ, റോഡിലേക്കേ. അപ്പോൾ പോകുമ്പോൾ ചിഞ്ചു ഇങ്ങനെ നോക്കി കേട്ടോ. ചിഞ്ചുവിനും ടാറ്റയൊക്കെ കൊടുത്ത് ചിഞ്ചു പോവാ കേട്ടോ, ചേട്ടായിയും പോവാ, ചേച്ചി പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടുന്ന് പോരുന്നത്. അല്ലെങ്കിൽ അവൾക്കൊരു ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. മുഖമൊക്കെ വല്ലാതെ അവരെ നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ അപ്പക്കുട്ടനും അമ്മുക്കുട്ടിയൊക്കെ പോകണം കേട്ടോ. ഇനിയും അമ്മുക്കുട്ടിയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അപ്പക്കുട്ടനും ടാറ്റയമ്മയൊക്കെ കൊടുത്ത് അവനെയും പറഞ്ഞു വിടണം കേട്ടോ. അങ്ങനെ അവരെല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ ഇനിയും എൻ്റെ വീട്ടിലെ ബാക്കി പണികളൊക്കെ ചെയ്തിട്ട് ടാറ്റ ബൈ ബൈ, സീ യു.